നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ബിസിനസ് ആവശ്യത്തിനും പോയി. അവിടെ ഇപ്പൊ ചീരുവിന്റെയും കുഞ്ഞിന്റെയും കാര്യങ്ങൾ നോക്കാൻ അമ്പളി ചേച്ചി മാത്രമേ ഉള്ളൂ. അവിടെ ഇപ്പൊ അച്ഛനുണ്ടല്ലോ വിനയ. പിന്നെ ദയേ ശബരിയും വരാന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഞങ്ങൾ ഇറങ്ങുന്നത് വരെ അവരവിടെ എത്തിയിട്ടില്ല. ഈ ദയ വല്ല ഉത്തരവാദിത്തമുള്ളവളാണോ അനു? അവൾ അവിടെ വന്നിട്ട് ഒരു ഉപകാരവും ഇല്ല. ചീരുവും മോനും പഞ്ചനത്വത്തിലെത്തിയതിന്റെ അടുത്ത ദിവസം തന്നെ ഉത്തരവാദിത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള രഘുവേട്ടനും അനുവും അവിടെ നിന്നങ്ങ് പോയത് എന്തായാലും ശരിയായില്ല. അതിലൊന്നും ഒരു ശരികേടും ഇല്ല വിനയ. ചേരുവിന്റെയും കുഞ്ഞിന്റെയും കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ നടന്നോളും. ഞങ്ങളുടെ അച്ഛൻ അതൊക്കെ എങ്ങനെ നടത്തണമെന്ന് അറിയുകയും ചെയ്യാം. അത് മതി. എല്ലാം വൃത്തിയിലും വെടുപ്പിലും നടന്നാൽ മതി. പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇനി അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിന് ഞങ്ങൾ ഇന്ന് അവിടെ പോയി 1.5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടല്ലോ. എൻ്റെ അതിയായ ആഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി ജനിച്ച ഒരു മകനാണ് അനു. അവനവിടെ ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാ ഞാൻ ഇപ്പൊ തന്നെ അനുവിനെ കാണാൻ വന്നത്. അനു, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിലെങ്കിലും ദയവ് ചെയ്ത് അതൊക്കെ ഒന്ന് മാറ്റിവെക്കണം പ്ലീസ്. ഞങ്ങൾക്കിടയിൽ പ്രശ്നമോ? എന്ത് പ്രശ്നം? വിനയൻ എന്തൊക്കെയാ പറയുന്നേ? ആരുമായിട്ട് പ്രശ്നമുണ്ടെന്നാ വിനയൻ ഉദ്ദേശിക്കുന്നേ? അല്ല, രഘുവേട്ടൻ്റെ ഒരു വിഷയം നിലവിലുണ്ടല്ലോ. എല്ലാവരും അത് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അമ്പിളി ചേച്ചി രഘുവേട്ടനോട് ക്ഷമിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് എനിക്കറിയാം. അത്ര എളുപ്പം അമ്പിളി ചേച്ചി അത് മറക്കാനും പൊറുക്കാനും പോകുന്നുമില്ല. അപ്പൊ പിന്നെ അതിന്റെ പേരിൽ ചില പൊട്ടലും ചീറ്റലും ഒക്കെ സ്വാഭാവികമായും പഞ്ചരത്വത്തിൽ ഉണ്ടാവാം. അതിന്റെ പേരിൽ രഘുവേട്ടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും അനു പോകാൻ പാടില്ലായിരുന്നു. ദേവനയ, നീ ഡ്രാമ ഉണ്ടാക്കാൻ മിടുക്കനാണെന്ന് എനിക്കറിയാം. പക്ഷെ അതൊക്കെ സ്വന്തം കാര്യത്തെ മതി. ഞാൻ പഞ്ചരത്നത്തിൽ പോകുന്നതും അവിടുന്ന് തിരിച്ചു വരുന്നതൊക്കെ എന്റെ സ്വന്തം ഇഷ്ടം. അതിലൊന്നും നീ ഇടപെടേണ്ട കാര്യമില്ല. എന്റെ അനു, നീ ഇങ്ങനെ ചൂടാവാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ ഭാര്യയുടെയും മകന്റെയും ആരോഗ്യ സുരക്ഷ ഞാൻ ഉറപ്പുവരുത്തണ്ടേ? അവരുമായി നിങ്ങൾക്ക് രക്തബന്ധമുള്ളതല്ലേ? അതുകൊണ്ട് മാത്രമാ ഞാൻ ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്കും ഇതൊക്കെ ഒരു ബാധ്യതയായി തോന്നുന്നുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ചീരുവിന്റെയും മകന്റെയും കാര്യം ഞാനും എൻ്റെ വീട്ടുകാരും നോക്കിക്കോളാം. ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാ ഞാൻ അവരെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാന്ന് ആദ്യമേ പറഞ്ഞത്. മതി വിനയ, നീ ഇനി ഇവിടെ ഇരുന്ന് കൂടുതലൊന്നും പറയണ്ട. നിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതത്ര എളുപ്പം നടക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാലൊന്നും ചേരു നിന്റെ കൂടെ വരുമെന്ന് നീ വിചാരിക്കണ്ട. അവളുടെ മനസ്സിൽ നിനക്കിടം കിട്ടണമെങ്കിൽ ഞങ്ങളും കൂടെ മനസ്സ് വെക്കണം. പിന്നെ പഞ്ചരത്നം വീട്ടിലുള്ളവർ ഒന്നിച്ചൊരു തീരുമാനമെടുത്താൽ മാത്രമേ നിന്റെ കൂടെ ജീവിക്കാൻ ചീരു തയ്യാറാവൂ. അതുകൊണ്ട് ഞങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനല്ല, ഞങ്ങൾ തമ്മിലുള്ള ഭിന്നത ഇല്ലാതാക്കാനാണ് നീ ശ്രമിക്കേണ്ടത്. ഞാൻ അതിന് തന്നെയാണ് അനു വന്നത്. നിനക്കത് മനസ്സിലാവാത്തതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് വിനയ. ചുരുക്കി പറഞ്ഞ, നീ പ്രസവച്ചെലവിനുള്ള പണം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ ഭാര്യയും കുഞ്ഞിനെയും നല്ല രീതിയിൽ നോക്കണമെന്ന് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് നീ ഇപ്പൊ ഇവിടെ വന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ് അനു കരുതുന്നതെങ്കിൽ അങ്ങനെ തന്നെ. ഞാൻ എന്തായാലും നല്ലത് മാത്രം വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പൊ ഏതായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചതിനേക്കാൾ വലിയ എന്തോ കാരണത്തിന്റെ പേരിലാണ് അനു പഞ്ചരത്നത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, അല്ലേ? അതെന്താണെന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. പോകുന്ന വഴി ഇന്ദ്രനെ കൂടി ഒന്ന് കാണണം. പോട്ടെ പനമേ. ശരി.